ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ അലീന എഴുന്നേറ്റ് കിച്ചണിൽ കയറുന്നതിന് മുമ്പ് തന്നെ വൈജയന്തി എഴുന്നേറ്റു. ഒരുപാട് നാളിന് ശേഷമാണ് കിച്ചണിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരു മടിയൊക്കെ തോന്നിയെങ്കിലും വൈജയന്തി അലീനയെ തോൽപ്പിക്കുന്ന കാര്യം മനസ്സിലോർത്തു. അതിനുശേഷം അലീന ചെയ്യുന്ന ഓരോ ജോലിയും സ്വയം ചെയ്യുവാനായിട്ട് മനസ്സിൽ തീരുമാനമെടുക്കുന്നു. അങ്ങനെ വൈജ ഒറ്റയ്ക്ക് ജോലി ആരംഭിച്ചു. അത് കണ്ടുകൊണ്ട് ബബിത അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, എന്താ അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്? അമ്മ എന്തിനാ ഇങ്ങനെ ഇത്രയും നേരത്തെ എഴുന്നേറ്റത്? ഒറ്റയ്ക്കാണോ അമ്മ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അമ്മ ഇങ്ങോട്ട് മാറി നിന്നേ, ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ അലീന ചേച്ചിയുണ്ട്, അമ്മ ഇങ്ങോട്ട് മാറിക്കേ എന്ന് ബബിത പറഞ്ഞു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല ബബിത, എൻ്റെ കൈയുടെ വേദനയൊക്കെ കുറഞ്ഞു. ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. ഇനി ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ ഇവിടെ അലീന ചേച്ചി ഉണ്ടല്ലോ, ഈ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ? അമ്മയ്ക്ക് ബാങ്കിൽ പോകണ്ടേ? അത് മാത്രമല്ല, അച്ഛനും കൃഷ്ണമോക്കും ഒക്കെ അലീന ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലാതെ മറ്റൊന്നും പറ്റില്ലെന്നായി എന്ന് പറയാണ് ബബിത. അപ്പോൾ വൈജ പറയുകയാണ്, അവളുടെ ഒരു അലീന ചേച്ചി ഇന്നലെ വലിഞ്ഞു കയറി വന്നതല്ലേടി അവളിവിടെ പണിക്ക് വരുന്നതിന് മുമ്പ് എത്ര സെർവൻ്റ് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അവളുമാരോടൊന്നും നിനക്കൊന്നും ഇത്ര സിമ്പതി ഉണ്ടായിരുന്നില്ലല്ലോ. ഈ അലീനയ്ക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? അവൾ കണക്ക് പറഞ്ഞ് ശമ്പളം മേടിച്ചിട്ടല്ലേ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ സൗജന്യ സേവനമൊന്നും അവൾ ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബബിത പറയാണ്, ഈ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഞാൻ മടുത്തു എന്നിങ്ങനെ ബബിത പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇനി മുതൽ അലീനയുടെ ഭരണം ഇവിടെ ഞാൻ ഇനി അനുവദിച്ചു കൊടുക്കില്ലടി. അത് ഇന്നത്തോടെ അവസാനിച്ചു. ഇന്നു മുതൽ ഇവിടുത്തെ കുടുംബനാഥ ഞാനാണ്. ഞാൻ പറയുന്നത് വേണം നിങ്ങൾ 3 പേരും അനുസരിക്കാൻ, മനസ്സിലായോടി എന്നും പറഞ്ഞ് വൈജ തൻ്റെ ജോലി തുടങ്ങുകയാണ്. കവിത ഒന്നും മിണ്ടാതെ അവളുടെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് വൈജയന്തി എല്ലാവർക്കും ഉള്ള ഭക്ഷണം റെഡിയാക്കി ടേബിളിൽ കൊണ്ട് വെക്കുകയാണ്. അതും കണ്ടുകൊണ്ടാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന പറയുന്നുണ്ട്, അയ്യോ മേഡം ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? മേഡം മാറി നിൽക്ക്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, മതിയടി, ഇന്ന് മുതൽ നിൻ്റെ സേവനം ഈ വീട്ടിൽ വേണ്ട. ഇന്നു മുതൽ വീട്ടുപണിയും ഈ വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അത് കേട്ട് അലീന ഒന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട്. മേഡത്തിന് വയ്യാത്തതല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഞാൻ ശമ്പളം വാങ്ങുന്നത് വെറുതെ തിന്നും കുടിച്ചിരിക്കാനല്ലല്ലോ മേഡം. മേഡം മാറി നിൽക്ക്, ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് അലീന അകത്തേക്ക് കയറുകയാണ്. അലീന അത് വിളമ്പാൻ തുടങ്ങുമ്പോഴത്തേനും വൈജ പറയുന്നുണ്ട്, തൊട്ടു പോകരുത്, ആ പാത്രത്തിലെങ്ങാനും നീ തൊട്ട നിൻ്റെ കൈ ഞാൻ വിട്ടും. നീ രുചി കൂടിയ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ബാലേന്ദ്രനെ കൈവശപ്പെടുത്താമെന്ന് വിചാരിച്ചോ? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല. ഇന്നു മുതൽ ഞാൻ വെച്ചുണ്ടാക്കിയ ഈ ഭാര്യ വെച്ചുണ്ടാക്കിയ ഭക്ഷണം മാത്രം ഭർത്താവ് കഴിച്ചാൽ മതി. അങ്ങനെ വൈജ മറുപടി പറഞ്ഞു, ശരി മേഡം, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, മേഡത്തിൻ്റെ ഇഷ്ടം പോലെ, എന്തായാലും ഞാൻ ഇവിടുന്ന് പോയി തന്നേക്കാം എന്നും പറഞ്ഞ് അലീന അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. പിന്നീട് ബാലേന്ദ്രനും രോഹിത്തും ഒക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ബബിതയും കൃഷ്ണമോളും അവർക്കുള്ള ഫുഡ് വിളമ്പി നൽകി. അത് രുചിച്ച ഉടനെ രോഹിത്തിനും ബാലേന്ദ്രനും അതുണ്ടാക്കിയത് അലീനയല്ലെന്ന് മനസ്സിലാവുകയാണ്. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീനയ്ക്കിപ്പോൾ അസുഖമൊക്കെ മാറിയില്ലേ? പിന്നെന്തിനാ നിങ്ങൾ വീണ്ടും അടുക്കളയിൽ കയറിയത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ കൃഷ്ണമോൾ മറുപടി പറയുന്നുണ്ട്, അതിനുവെച്ചാൽ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത് അലീന ചേച്ചിയോ ബബിത ചേച്ചിയോ ഒന്നും അല്ല, ഇത് അമ്മയുടെ പ്രിപ്പറേഷനാണ്. ഇന്ന് മാത്രമല്ല കേട്ടോ, ഇനി മുതൽ അങ്ങോട്ട് അമ്മയുടെ ഡ്യൂട്ടിയാണിതെന്ന് അമ്മ പറയുന്നേ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അത് അവൾ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനം എടുത്താൽ മതിയോ? ഞാനാണ് അലീനയെ മാസശമ്പളം കൊടുത്ത് ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. കിച്ചൺ ഡ്യൂട്ടി മാത്രമല്ല, ഈ വീട്ടിലെ സകല അവകാശങ്ങളും അവൾക്കുള്ളതാണ് എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അത് അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ, ഞാൻ അമ്മയോട് പറഞ്ഞതാണ്, പറഞ്ഞിട്ട് അമ്മ അനുസരിക്കണ്ടേ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്നെ കടിച്ചു കയറാൻ വരുവാ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അവളുണ്ടാക്കിയ ഫുഡൊന്നും വേണ്ട, വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ എൻ്റെ അലീന മോള് തന്നെ കിച്ചണിൽ കയറണം എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ കഴിക്കാതെ എഴുന്നേക്കാണ്. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട്, എനിക്കും വേണ്ട, എന്താണോ അലീന ചേച്ചി ഉണ്ടാക്കിയത് കഴിച്ച് ശീലിച്ചോണ്ടായിരിക്കും ഇപ്പം അമ്മ ഉണ്ടാക്കിയതിനൊന്നും ഒരു ടേസ്റ്റും തോന്നിക്കുന്നില്ല, എനിക്കും വേണ്ട ഈ ഫുഡ് എന്നിങ്ങനെ പറയാണ്. എങ്കിൽ വാടാ, നമുക്ക് വല്ല ഹോട്ടലിലും പോയി എന്തെങ്കിലും മേടിച്ച് കഴിക്കാം എന്നും പറഞ്ഞ് രോഹിത്തിനെയും കൂട്ടി ബാലേന്ദ്രൻ പോകാൻ തുടങ്ങുകയാണ്. അത് കണ്ടുകൊണ്ട് വൈജ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാനുണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾക്ക് പിടിക്കുകയല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അലീന ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമല്ലേ നിങ്ങൾക്കിപ്പോൾ ഇറങ്ങൂ.
അങ്ങനെ കഴിച്ചാൽ മതി. അതിന് നിങ്ങളെന്തിനാ എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അവൻ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ രോഹിത് പറയാണ്, അതിനെന്നെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോകുന്നതൊന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അച്ഛൻ്റെ കൂടെ പോകുന്നത്. അമ്മയ്ക്കിപ്പോൾ പണ്ടത്തെ പോലെ കൈപ്പുണ്യൊന്നുമില്ല. അമ്മ അലീന ചേച്ചിയോടുള്ള ദേഷ്യം മൊത്തം ഭക്ഷണത്തോടും കാണിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് ഇതൊന്നും വായി വെച്ച് തിന്നാൻ കൊള്ളാത്തത്. അമ്മ ഒറ്റയ്ക്ക് കഴിച്ചാൽ മതി, ഒന്നും എനിക്ക് വേണ്ട. വാ അച്ഛ, നമുക്കും പോകാം എന്നും പറഞ്ഞ് രോഹിത് ബാലേന്ദ്രൻ്റെ പിന്നാലെ പോവാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടാ, നിങ്ങൾ പോയിട്ട് വരുമ്പോൾ എനിക്കും കൃഷ്ണയ്ക്കുള്ളതും അതുപോലെ അലീന ചേച്ചിക്കുള്ള ഫുഡും കൂടെ വാങ്ങിച്ചുകൊണ്ട് വരുമോ? ഞങ്ങൾക്കും ഇന്ന് ഹോട്ടൽ ഫുഡ് മതി എന്നിങ്ങനെ ബബിത പറയുന്നത് കേട്ട് വൈജയ്ക്കും ദേഷ്യം വരികയാണ്. അങ്ങനെ അന്ന് എല്ലാവരും ചേർന്ന് ഹോട്ടൽ ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛൻ്റെ ബാലേന്ദ്രൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനാണോ അതോ അമ്മയാണോ? അച്ഛൻ ഇടപെടാതെ അമ്മ ഒരു കാരണവശാലും അലീന ചേച്ചിയെ കിച്ചണിലേക്ക് കയറ്റില്ല. അച്ഛൻ പോയിട്ട് അമ്മയോട് പറയണം, എടി വൈജയന്തി, ഇനി മുതൽ നീ കിച്ചണിൽ കയറാൻ പാടില്ല. കിച്ചണിലും പാചകവും ഒക്കെ അലീന ചേച്ചിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നങ്ങനെ അങ്ങോട്ട് പറയണം അച്ഛേ. ഈ അധികാരമൊക്കെ അലീന ചേച്ചിക്ക് മാത്രമുള്ളതാണെന്ന് അച്ഛനങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? അതോ അച്ഛൻ അമ്മയെ പേടിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണം എന്താണ് എന്നിങ്ങനെ ബബിത ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അമ്മയെ പേടിക്കാനോ? എന്തിന്? അങ്ങനെ പേടിക്കാനും വേണ്ടി ഞാൻ ഒരു തെറ്റും അവളോട് ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് അവളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. നിങ്ങൾ അവളോട് ചെന്ന് പറഞ്ഞേക്ക്, നാളെ മുതൽ അലീനയുടെ അവകാശം കൈയടക്കാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന്. കിച്ചണിൽ കയറാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഈ ബാലേന്ദ്രൻ്റെ തനി നിറം അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞേരേ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോയി. ബബിത പറയുന്നുണ്ട്, വാ രോഹിയേട്ടാ, അച്ഛൻ അമ്മയോടൊന്നും പറയുന്നു തോന്നുന്നില്ല. അഥവാ പറഞ്ഞാൽ തന്നെ വിഷയം വഷളാവും, പിന്നെ കോംപ്രമൈസിൽ പോകുന്ന തോന്നുന്നുമില്ല. അതുകൊണ്ട് വാ രോഹിയേട്ടാ, ഈ പ്രശ്നം നമുക്ക് തന്നെ കോംപ്രമൈസ് ചെയ്യാം എന്നും പറഞ്ഞ് ബബിത രോഹിയെ വിളിച്ചുകൊണ്ട് വൈജയുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട്. അല്ല, അമ്മയുടെ ഉദ്ദേശം എന്താണ്? ഇന്ന് അമ്മ കാരണം ഞങ്ങളെല്ലാവരും ഹോട്ടൽ ഫുഡാണ് കഴിച്ചത്. സത്യം പറയാലോ, ഇപ്പം അമ്മ ഉണ്ടാക്കുന്നത് വായി വെച്ച് കഴിക്കാൻ പോലും കൊള്ളില്ല. അതുകൊണ്ട് ഇനി തൊട്ട് അമ്മ ഇത് ചെയ്യണ്ട. നാളെ മുതൽ അലീന ചേച്ചി കിച്ചണിൽ കയറിക്കോട്ടെ. പിന്നെ അമ്മയ്ക്കുള്ളത് മാത്രം വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കിയാൽ മതി എന്നിങ്ങനെ ബബിത പറയാണ്. അതുകൊണ്ട് നാളെ മുതൽ അലീന ചേച്ചി തന്നെ ഫുഡ് ഉണ്ടാക്കട്ടെ, അമ്മയ്ക്കുള്ളത് മാത്രം അമ്മ ഉണ്ടാക്കിയാൽ മതി എന്നിങ്ങനെ ബബിത പറയുകയാണ്. മക്കളായ നിങ്ങൾ തന്നെ എന്നോടിത് പറയണമടി. നിന്നെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കി ആഹാരം തന്നതും ഈ ഞാനാണ്. എന്നിട്ടും നീയൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇന്നലെ കയറി വന്ന് ഈ അലീനയെ സപ്പോർട്ട് ചെയ്യുന്നത്? അവള് നിങ്ങൾ കരുതുന്ന പോലെ ബാലേന്ദ്രൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ മകളൊന്നുമല്ല. അത് ബാലേന്ദ്രൻ്റെ അവിഹിത ബന്ധത്തിലുള്ള മകളാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായെന്നുള്ള കാര്യം ഞങ്ങളോട് പറയാതിരുന്നത്? അയാളുടെ നാടെവിടെയാ, വീടെവിടെയാ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ബാലേന്ദ്രൻ ഇതുവരെ മിണ്ടിയിട്ടുണ്ടോ? അയാളുടെ മരിച്ചുപോയ കാമുകിയുടെ മകളാണ് ഇവിടെ വന്നിരിക്കുന്ന അലീന. നിങ്ങൾ നോക്കിയോ, അത് ഞാൻ കോടതിക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നും പറഞ്ഞ് വൈജ് പോവുകയാണ്. രോഹിത്തും ബബിതയും ഇതൊക്കെ കേട്ട് ആകെ വല്ലാണ്ടായിരിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി രണ്ടാൾക്കും? പോയതുപോലെയല്ലല്ലോ രണ്ടുപേരും തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അച്ഛൻ്റെ അഭിമാനത്തെയാണ് മുറിപ്പെടുത്താൻ അമ്മ നോക്കുന്നത്. അച്ഛൻ്റെ അവിഹിതത്തിലെ മകളാണ് അലീന ചേച്ചി എന്നാണ് അമ്മ പറയുന്നത്. അമ്മ ഈ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്നിട്ടും അച്ഛൻ എന്താ അതിന് തിരിച്ചൊന്നും പറയാത്തത്? അതിന് മറുപടിയൊന്നും കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിലില്ലേ? എന്നാൽ മക്കളായ ഞങ്ങൾക്ക് അത് കേട്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നില്ല. അമ്മ പറയുന്നത് പോലെ അലീന ചേച്ചി അച്ഛൻ്റെ അവിഹിത സന്തതിയാണോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്താ അത് ഞങ്ങളോട് തുറന്നു പറയാത്തേ? മക്കളുടെ മുമ്പിൽ അച്ഛൻ്റെ ആത്മാഭിമാനം കുറഞ്ഞു പോകുന്ന തോന്നൽ വല്ലതും അച്ഛനുണ്ടോ? അതുകൊണ്ട് അച്ഛൻ പറ, വിവാഹത്തിന് മുമ്പ് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഏത് സ്ത്രീയാണ്? അത് ഞങ്ങൾക്കറിയണം. അലീന ചേച്ചിയോട് ഞങ്ങൾക്കിപ്പോൾ ഒരു ദേഷ്യവും. സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ഞങ്ങളിപ്പോൾ അലീന ചേച്ചിയെ കാണുന്നത്. എന്നാൽ അമ്മ അച്ഛനെതിരെ ഉപയോഗിക്കുന്ന ഈ ആരോപണം അത് സത്യമാണോ ഇല്ലയോ എന്നറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? എന്നൊക്കെയുള്ള രോഹിത്തിൻ്റെ ചോദ്യം കേട്ട് ബാലേന്ദ്രന് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ നിങ്ങളുടെ അമ്മ വൈജയന്തി പറയുന്നത് കേട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് വിശ്വസിച്ചു അല്ലേ? അച്ഛൻ്റെ ആത്മാഭിമാനത്തെയാണ് നിങ്ങളെല്ലാവരും കൂടെ ചോദ്യം ചെയ്യുന്നത്. എടാ, നിന്റെ അമ്മ പറയുന്നത് പോലെ എനിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയുമായിട്ടും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ആകെപ്പാടെ ഒരു പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, അത് നിങ്ങളുടെ അമ്മയാണ്. അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചി ആരാച്ചാ? അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളാണെന്ന് പറയുന്നു.
എങ്കിൽ ആ സുഹൃത്ത് ആരാണ്? അത് ഞങ്ങൾക്കറിയണം എന്നിങ്ങനെ രോഹിത് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, രോഹിയേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. ഞങ്ങൾ അമ്മ പറയുന്നൊന്നും വിശ്വസിക്കാതെ അച്ഛനെ വിശ്വസിക്കാം. എന്നാൽ അത് എത്ര കാലം? എന്നാൽ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി വേട്ടെ. എന്തായാലും അച്ഛൻ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അലീന ചേച്ചി യഥാർത്ഥത്തിൽ ആരുടെ മകളാണെന്ന് അച്ഛൻ തുറന്നു പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ ബബിതയും വാശി പിടിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിർത്തിടി, വന്ന് അമ്മയെപ്പോലെ നിങ്ങളും അച്ഛനെയും മോശക്കാരനാക്കിയല്ലേ. എന്നാൽ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ അമ്മ വൈജയന്തി ഉണ്ടല്ലോ, 23 വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ രഹസ്യം മറച്ചു വെച്ചിട്ടാണ് ഈ ബാലേന്ദ്രനെ അവൾ വിവാഹം കഴിച്ചത്. അവൾ അന്ന് ആ പ്രസവിച്ച കുഞ്ഞ് അതാരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ അലീന ആരാണെന്ന്? അത് അവൾ തന്നെയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട അലീന. ആ കുഞ്ഞ് അവളാണ്. മതിയോ? ഇത്ര അറിഞ്ഞാൽ മതിയോ നിങ്ങൾക്ക്? എന്നിങ്ങനെ സമനില തെറ്റിയ രീതിയിൽ ബാലേന്ദ്രൻ അവർക്ക് മറുപടി കൊടുത്തു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? അമ്മ പ്രസവിച്ചതാണോ അലീന ചേച്ചി? സോറി, ഞങ്ങൾ ഇനി ഈ ജീവിതത്തിൽ ഒരിക്കലും അച്ഛനെ സംശയിക്കില്ല. കപടമുഖം അത് അമ്മയുടേതാണ്. അത് ഞങ്ങൾക്കിപ്പോൾ നന്നായി ബോധ്യമായി. അത് ബബിതേ, നമ്മുടെ അമ്മയാണ് മോശക്കാരി എന്നിങ്ങനെ രോഹിത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും അച്ഛനോട് ഒരു ശകലം പോലും മനസാക്ഷി കുത്തില്ലാതെയല്ലേ അമ്മ പെരുമാറുന്നത്? ഇങ്ങനെയൊക്കെ അച്ഛനെ സംശയിച്ചിട്ട് അച്ഛൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ അമ്മയ്ക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അങ്ങനെയാണെങ്കിൽ അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചിയാണല്ലേ. അലീന ചേച്ചി അല്ല ഈ വീട്ടിൽ നിന്ന് തലം കുനിച്ചിറങ്ങിപ്പോവേണ്ടത്, അത് നമ്മുടെ അമ്മ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ബബിത ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. സ്വന്തം ചോരയാണ് അലീന എന്ന് തിരിച്ചറിയാതെയാണ് അവളിപ്പോൾ അലീനയെ പുറത്താക്കാൻ നോക്കുന്നത്. ഇതൊക്കെ ഓർത്ത് ഒരു കാലത്ത് കുറ്റബോധം കൊണ്ട് അവൾ നീറി ഇല്ലാതാകും. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പോവുകയാണ്. പിന്നീട് വൈജയന്തിയുടെ അരികെ ബബിത വന്ന് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ പറ്റിയും അലീന ചേച്ചിയെ പറ്റിയും ഇനി ഒരക്ഷരം പോലും നിങ്ങൾ മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. അതിനി ആരായാലും ഞാൻ ഇനി കണ്ടോട്ട് നിൽക്കില്ല. അതെനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ആഹാ, നീ എന്നെ എതിർത്ത് സംസാരിക്കാനും മാത്രമായോടി? ഇനിയും ഞാൻ അവരെ രണ്ടുപേരെ പറ്റിയും മോശമായിട്ട് തന്നെ സംസാരിക്കും. നീ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ബബിത പറയും, ഓ, ഇപ്പോൾ അമ്മയ്ക്ക് ഇത് മാത്രമാണല്ലോ ജോലി. അങ്ങനെയൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരുന്നാൽ അവസാനം കരയേണ്ടതും അമ്മ തന്നെയായിരിക്കും. അന്ന് ഞങ്ങൾ മക്കൾ പോലും അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവില്ല. അതൊക്കെ ഓർത്താൽ അമ്മയ്ക്ക് തന്നെ കൊള്ളാം. പിന്നെ നിങ്ങളിനി എന്തൊക്കെ അപവാദം അച്ഛനെപ്പറ്റി പറഞ്ഞാലും ഞങ്ങൾ ഇനി അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ലോകത്തിപ്പോൾ എനിക്ക് മറ്റേ ആരെക്കാളും എന്തിനെക്കാട്ടിലും വിശ്വാസം ഞങ്ങളുടെ അച്ഛനെ മാത്രമാണ്. ഇനി ചിലപ്പോൾ അമ്മയായ നിങ്ങളെപ്പറ്റി ആരെങ്കിലും അപവാദം പറഞ്ഞാൽ പോലും ഞാനത് ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരും എന്നൊക്കെയുള്ള ബബിതയുടെ മറുപടി കേട്ട് വൈജയന്തി ഒരു നിമിഷം ഇടിവെട്ടിയതുപോലെ നിൽക്കുകയാണ്. പിന്നീട് കുറച്ചു നേരത്തിന് ശേഷം കമല വൈജയന്തിയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് എത്തുകയാണ്. വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, എടി, കമല വന്നിരിക്കുന്നത് കണ്ടില്ലേ? അവൾക്ക് ടീയോ കോഫിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് കൊടു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ മേഡം, എനിക്ക് അത് പറ്റില്ല മേഡം. കിച്ചണിലെ അധികാരമൊക്കെ മേഡം കയ്യേറിയിരിക്കുകയല്ലേ. അപ്പോൾ മേഡം തന്നെ ഇവർക്ക് ടീ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നിങ്ങനെ അലീന മറുപടി കൊടുത്തു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആഹാ എടി, നീ ധിക്കാരം പറയുന്നോ? ഞാൻ പറയുന്നത് മാത്രം നീ അങ്ങ് അനുസരിച്ചാൽ മതി. അല്ലാതെ തിരിച്ചിങ്ങോട്ട് മറുപടി ഒന്നും പറയാൻ നീ നിൽക്കണ്ട. മര്യാദയ്ക്ക് പോയി കോഫി ഉണ്ടാക്കി കൊടുക്ക്. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മേഡം? പ്രത്യേകിച്ച് ഈ സ്ത്രീക്ക് ടീ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അലീന അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ട് കലി തുള്ളി വൈജയന്തി അലീനയെ അടിക്കാനായിട്ട് കൈ പൊക്കുകയാണ്. ഇത് കാണുമ്പോൾ കമലയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്നാൽ രോഹിത് ഓടി വന്ന് അമ്മയുടെ കൈ പിടിച്ചു മാറ്റുകയാണ്. തൊട്ടുപോകരുത് എൻ്റെ അലീന ചേച്ചിയെ, ഇത് എൻ്റെ സ്വന്തം ചേച്ചിയാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് അനിയനായ ഞാനാണ്. അതുകൊണ്ട് തന്നെ അവരെ തല്ലാൻ ഞാൻ ഇനി ആരെ അനുവദിക്കില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം അമ്മ എൻ്റെ മുന്നിൽ വെച്ച് അലീന ചേച്ചിയെ തല്ലിയിട്ടുണ്ട്. അന്ന് അതൊക്കെ കാണുന്നത് എനിക്കും ഒരു രസമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെൻ്റെ ചേച്ചിയാണ്. അമ്മയ്ക്ക് തട്ടിക്കളിക്കാനായിട്ട് ഞാൻ എൻ്റെ ചേച്ചിയെ വിട്ടുതരില്ല എന്ന് മറുപടി കൊടുത്ത് രോഹിത് അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അലീന. അവളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കമല പറയുന്നുണ്ട്, നിനക്കിത് വേണം വൈജേ. വല്ല വീട്ടിലും വാടകയ്ക്ക് കിടക്കുന്ന നിനക്കിതിലും ഭേദം. ഇപ്പോൾ ആ പറഞ്ഞിട്ട് പോയത് നിൻ്റെ മകൻ തന്നെയല്ലേ? നീ പ്രസവിച്ച മകൻ തന്നെയല്ലേ? സ്വന്തം മക്കൾക്ക് പോലും ഇപ്പോൾ അമ്മയെ വേണ്ട. ഒരു വേലക്കാരിക്ക് വേണ്ടി അമ്മയുടെ കൈ തട്ടി മാറ്റാൻ പോലും അവനിപ്പോൾ ഒരു മടിയുമില്ല.
അത്രയ്ക്കും അവൻ്റെ സ്വഭാവമൊക്കെ അലീന മാറ്റിയെടുത്തിട്ടുണ്ട്. വേലക്കാരിയുടെ വില പോലും ഇല്ലാത്ത ഈ വീട്ടിൽ എന്തിനാ വൈജയ് നീ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? നിനക്ക് നാണമില്ലേ എന്നുള്ള ചോദ്യം കേട്ട് വൈജയന്തി ആകെ തകർന്നു പോവുകയാണ്.